എല്ലാവർക്കും സ്വാഗതം. നീറ്റ് പരീക്ഷാ പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയിൽ അഡ്മിഷൻ കിട്ടാതെ ഇന്ത്യയിൽ പഠിക്കാൻ സാഹചര്യം കിട്ടാത്തവർ ഇന്ത്യക്ക് പുറത്തു പോയി MBBS പഠിച്ചു. കാലങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. അവരുടെ യോഗ്യതയും ഔത്സർജൻസിയുമൊക്കെയാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ NMCയുമായിട്ട് ആലോചിക്കാതെ ഈ ഫോറിനിൽ പഠിച്ച MBBS കുട്ടികൾ അവിടുത്തെ കോഴ്സ് കഴിയുമ്പോൾ അവരുടെ ഔത്സർജൻസി ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യാനുള്ള ഒരു താൽക്കാലിക പെർമിഷൻ കൊടുക്കുന്നു. അതിൻ്റെ പിന്നിൽ വോട്ട് തന്നെയാണ്, അല്ലാതെ അതിൻ്റെ സാങ്കേതികമായ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒരിക്കലും ചിന്തിക്കാതെ ചർച്ച ചെയ്യാതെയായിരുന്നു ആ തീരുമാനം. പക്ഷേ ആ തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനമെടുത്തവർ ഇവിടെ പല ഹോസ്പിറ്റലുകളിലും രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവരായിട്ട് ഈ കുഞ്ഞുങ്ങൾ മാറുകയാണ്. ഫോറിനിൽ പോയി MBBS കോഴ്സ് പൂർത്തിയാക്കിയവർ ഇവിടെ വന്ന് ഔത്സർജൻസി ഇവിടുത്തെ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ നടത്താൻ തീരുമാനിച്ചു. ഇവർ വന്നപ്പോൾ രാത്രി ഉറങ്ങാനായിട്ട് ഈ RMO എന്ന് പറഞ്ഞ സാധാരണ എല്ലാ സ്ഥലത്തും ഉറങ്ങുന്ന ഡ്യൂട്ടിയാണ്. ഈ RMOയുടെ ജോലിക്ക് ഈ കുഞ്ഞുങ്ങൾ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് അവരുടെ ഡ്യൂട്ടി. ഈ ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സായി ഇവിടെ വന്ന് ഔത്സർജൻസി ചെയ്യുന്ന ഈ കുട്ടികൾക്ക് ആ ഔത്സർജൻസി ചെയ്യാനുള്ള സമ്മതം മാത്രമേ സർക്കാർ കൊടുത്തുള്ളൂ. അവർക്ക് വേണ്ട ആ ഔത്സർജൻസി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അലവൻസ് ഉണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടി അഡ്മിഷൻ കിട്ടി കോഴ്സിൻ്റെ അവസാനം ഔത്സർജൻസി ചെയ്യുന്ന കുട്ടികൾക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു അലവൻസ് ഉണ്ട്. ഈ അലവൻസ് ഈ ഫോറിൻ കുട്ടികൾക്ക് ഔത്സർജൻസിക്ക് സമ്മതം കൊടുത്ത ഈ സർക്കാർ ഈ അലവൻസ് വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ കുട്ടികൾ ഈ ഔത്സർജൻസി ചെയ്യാൻ തുടങ്ങുകയും, കാരണം ഔത്സർജൻസിക്ക് സമ്മതം കൊടുത്തിട്ടായിരുന്നില്ല. പിന്നീട് ഈ ഇടപെടലുകൾ വന്നപ്പോൾ എന്താണ് ഈ ഇടപെടൽ, എന്ത് ഇടപെടലുകൾ വരുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ വോട്ട് കൊട്ടയിലാക്കി ചാക്കിൽ കെട്ടി വെക്കണം. അല്ലാതെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഈ ഭരിക്കുന്നവൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഔത്സർജൻസി ഈ കുട്ടികൾ ചെയ്യാൻ തുടങ്ങി. അവരാണെങ്കിലോ ഒരു പെർമിഷൻ കിട്ടിയതല്ലേ വെച്ചിട്ട് അവരെല്ലാവരും ചാടിക്കയറി ഈ ഔത്സർജൻസി ചെയ്യുന്നു. മിക്ക കുട്ടികൾക്കും ഔത്സർജൻസി കൊടുത്തിരിക്കുന്നത് പകലല്ല, രാത്രി ഡ്യൂട്ടിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം രാത്രി ഡ്യൂട്ടി ചെയ്യാൻ പൊതുവെ ആൾക്കാരെ കിട്ടില്ല, പ്രത്യേകിച്ച് ഈ കുട്ടികളെ. പക്ഷേ ഇവരില്ലെങ്കിൽ തീർച്ചയായും ഈ കുട്ടികൾ അത് ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ ഔത്സർജൻസി തുടങ്ങി വെച്ചു. ഔത്സർജൻസി കണ്ടിന്യൂ ആയി. പക്ഷേ ഇവർക്ക് അലവൻസ് ഇല്ല. എത്ര കാലം പണിയെടുക്കും പൈസ ഇല്ലാതെ? അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഔത്സർജൻസിയോ മെഡിക്കൽ പഠനമോ ഒന്നുമല്ല. ഇവിടെ കൂലി ചെയ്ത അവിടുത്തെ നേഴ്സുമാർക്ക് കിട്ടുന്നുണ്ട് കാശ്, ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടും 500, 600, 700, 800, 1000 വരെയുള്ള പൈസ ദിവസവും. ഈ കുട്ടികൾക്ക് അത് കൊടുക്കുന്നില്ല. അത് പ്രശ്നമായപ്പോൾ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലത്തായി ഈ ഔത്സർജൻസി ചെയ്യുന്ന കുട്ടികൾക്ക് ഈ അലവൻസ് കിട്ടാതെ ആയപ്പോൾ അവരൊരു സംഘടനയുണ്ടാക്കി. ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ്, അവരുടെ പാരൻസും കൂടിയിട്ടാണ് ഈ സംഘടനയുണ്ടാക്കിയിരിക്കുന്നത്. ആ സംഘടനയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. അവരുടെ കേസിൻ്റെ വാദം ഒറ്റ കാര്യമുള്ളൂ. അതായത് അവർ ഔത്സർജൻസി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കുന്നു, ആ പണിയെടുക്കുന്നതിന് കൂലി കിട്ടുന്നില്ല, അത് ഞങ്ങൾക്ക് കിട്ടണം. ഇതാണ് കോടതിയിൽ അവർ ആവശ്യം ഉന്നയിച്ചത്. കോടതി അത് മനസ്സിലാക്കിയപ്പോൾ പൈസ കൊടുക്കാനുള്ള വിധി കൊടുത്തു. അതിന് അർഹതയുള്ളവരാണെന്ന് കോടതി വിധിച്ചു. ഇതാണ് കിട്ടിയ വിധി. ഈ വിധി കിട്ടിയപ്പോൾ ഇവരുടെ സംഘടനയുടെ നേതാക്കളായ രക്ഷിതാക്കളായ സംഘടനയുടെ ഉത്തരവാദപ്പെട്ടവർ അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ അവരിറക്കി. എന്താണ് ആ പ്രസ്താവനകൾ? ഇവിടെ
നീറ്റ് പരീക്ഷ എഴുതി വ്യക്തമായ ക്വാളിഫിക്കേഷനോടുകൂടി ഇന്ത്യയിൽ പഠിക്കാൻ അർഹത നേടിയവർ, അതായത് ടോപ്പ് റാങ്ക് കിട്ടിയവരെല്ലാം സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കും. അതിൻ്റെ കുറഞ്ഞു വന്നവർ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കും, ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കും. അവരിലും കയറിക്കൂടാൻ പറ്റാതെ വന്നവരാണ് ഈ കുട്ടികൾ. ഇതിൽ പലരും നീറ്റ് പരീക്ഷ പോലും എഴുതാത്തവരാണ്. ഇവരാണ് പുറത്തുപോയി പഠിച്ചത്. ആ പുറത്തുപോയി പഠിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ പഠിക്കാൻ പോയിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണ്. എനിക്കറിയാം ഒരു ഡോക്ടർ അവിടെ പഠിച്ച അവസാനം അവിടെ തന്നെ ജോലിയും ചെയ്ത് ജീവിക്കേണ്ടി വന്നു. ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇവിടുത്തെ എക്സാം എഴുതി പാസ്സാവണം. അങ്ങനെ പലതരം നൂലാമാലകളുള്ള സമയത്താണ് ഇവിടുത്തെ കുട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രക്ഷിതാക്കൾ ഇന്നലെ ഒരു പത്രസമ്മേളനം ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, വളരെ കഷ്ടപ്പെട്ടിട്ട് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങിയിട്ട് ഇവിടുത്തെ സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിയ കുട്ടികളാണിവർ. അതേമാതിരി ഇവിടുത്തെ പ്രൈവറ്റ് സ്വാശ്രയ കോളേജിലും പഠിക്കുന്നവർ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നവർ. അവരെന്നെ ചെറുതാക്കി നിങ്ങളുടെ കുട്ടികളെ വലുതാക്കി കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടേണ്ടത്, അതിന് അർഹത നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് പഠനത്തെ തമ്മിൽ പഠിപ്പിക്കേണ്ട, പഠനത്തെ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുറമേയുള്ള പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന MBBS കുട്ടികൾ ബോഡി കാണുന്നു പോലുമില്ല, ബോഡി ടച്ച് ചെയ്യുന്നു പോലുമില്ല. അങ്ങനെയാണ് അവിടുത്തെ പഠനം. ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയാണോ? ഇവിടെ പഠിക്കുന്ന മെഡിസിൻ ലോകത്ത് തന്നെ വളരെ പേര് കേട്ട മെഡിക്കൽ പഠനമാണ്. കാരണം ഇവിടെ ഓരോ വിദ്യാർത്ഥിയും ഇവിടെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് ആ MBBS പഠനം പൂർത്തിയാക്കുന്നത്. അതായത് ചിത്രം നോക്കി ഇരുന്നിട്ടല്ല MBBS കഴിഞ്ഞു വരുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്തരത്തിൽ ഞാൻ ഒരു രാജ്യത്തിൻ്റെ പേര് എനിക്കറിയാം, ഏതൊക്കെ രാജ്യത്താണ് ഈ ബോഡി പോലും കാണിക്കാതെ MBBS പഠനം വെറുതെ ഓഫീസിലിരുന്ന്, അതായത് ക്ലാസ് റൂമിലിരുന്ന്, അല്ലെങ്കിൽ പല സ്ഥലത്തും റൂമിലിരുന്നിട്ടാണ് പഠനം കഴിഞ്ഞ് വരുന്നത്, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതിനെയൊന്നും ഇവിടെ നിങ്ങൾ താരതമ്യം ചെയ്യാൻ വരരുത്. അത് ഇവിടുത്തെ സർക്കാരിനും അറിയാം, ഇവിടുത്തെ NMCക്കും അറിയാം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അവൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായ ഹൗസ് സർജൻസിക്ക് ഒരു പ്രവേശനം തന്നപ്പോൾ അത് നിങ്ങൾ വലിയ ഈ കുട്ടികളുടെ ഇവിടെ വ്യക്തമായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് 2, 3, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അഡ്മിഷൻ വാങ്ങിയ ഈ കുട്ടികളുടെ ക്വാളിറ്റിയെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. നിങ്ങളുടെ കുട്ടികൾ പണിയെടുത്തു, കാശ് കിട്ടണം, അതിന് ആരും എതിരല്ല. ബാക്കിയുള്ള നിയമവശങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ കമ്മീഷൻ തീരുമാനിക്കും, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അതിന് കോടതിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. കോടതി എന്തേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേതനം കിട്ടുന്നത് നിങ്ങളുടെ അർഹതപ്പെട്ടതാണ്, അതിനുള്ള വിധിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അല്ലാതെ രാത്രി പോയി ഉറക്കൊഴിച്ചിരുന്നാൽ ഒരാൾ ഇന്ന് അങ്ങനെ ഇരിക്കുമോ? അത് പൈസ നിങ്ങൾക്ക് കിട്ടണം, അതിന് അർഹതപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എഡ്യൂക്കേഷനെ വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഫോറിനിൽ പോയി പഠിക്കാൻ. നിങ്ങൾ എത്ര കുട്ടികൾ ബോഡി കണ്ട് മെഡിസിൻ പഠിച്ചിട്ടുണ്ട്? ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഡീമോറേറ്റ് ചെയ്യരുത്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പഠിക്കുന്ന ആ ക്വാളിറ്റിക്കും അതായത് ഇന്നിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് ആവണമെങ്കിൽ, ചെറിയ എക്സാമ്പിളാണ് പറയണത്, ഇന്നൊരു സൈക്കാട്രിസ്റ്റ് ആയ ഒരു ഡോക്ടർ പുറത്തിറങ്ങണമെങ്കിൽ എത്ര വയസ്സാവും, എത്ര കൊല്ലം വേണം? ചുരുങ്ങിയത് ഒരു 12 കൊല്ലം വേണം. മനസ്സിലാക്കിക്കൊള്ളുണ്ടോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന ഈ ഡോക്ടർമാരെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു, പുറത്തു പോയി പഠിച്ചു, ഓക്കെ, അത് പുറത്ത് തന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ സംവിധാനം കാണണം. കാരണം നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്ന് ഹൗസ് സർജൻസി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ജോലിക്കുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ സ്ഥലത്ത് നിങ്ങളും വന്ന് ഇവിടെ ലഹള ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഹൈക്കോടതി നിങ്ങൾക്ക് തന്ന ഈ വിധി നിങ്ങൾ ചെയ്ത വർക്കിനുള്ള വേതനത്തെക്കുറിച്ചാണ് പറഞ്ഞത്.
അല്ലാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെയോ നിങ്ങളുടെ ക്വാളിറ്റിയോ ഒന്നുമല്ല പറഞ്ഞത്. അപ്പോൾ ആ വിധി വെച്ചിട്ട് ഈ കുട്ടികളുടെ കഴിവിനെയോ ക്വാളിറ്റിയോ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഇവർ പഠിച്ച് തന്നെയാണ്, നല്ല മാർക്ക് വാങ്ങി തന്നെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും സർക്കാർ തലത്തിലോ അത് വളരെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വെച്ചിട്ട് ഈ കുട്ടികളെ താരതമ്യം ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത്. അവർ പഠിച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ആ സീറ്റ് വാങ്ങിയെടുത്ത് ഈ പഠനം പൂർത്തിയാക്കുന്നത് എന്നോർക്കുക.